ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വെഡിങ് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കാലിക്കറ്റാണ് പോകുന്നത്. അപ്പം ഏത് ഷോപ്പാണ് എന്താണെന്നൊന്നും കറക്റ്റ് തീരുമാനമായിട്ടില്ല. അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ നമ്മളിതാ ഡ്രസ്സ് പർച്ചേസിങ്ങിനൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒരു 9-9:30 ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നേരെ നമ്മൾ പോകുന്നത് കാലിക്കറ്റുള്ള സിൽക്ക് മന്ദിറിലോട്ടാണ്. അപ്പോൾ അവിടേക്ക് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. ഞാൻ കുറച്ച് പേരുടെ നല്ല റിവ്യൂ ഒക്കെ കേട്ടിട്ടാണ് സിൽക്ക് മന്ദിറിലോട്ട് പോകാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാനും അമ്മയും പൊന്നും മുത്തും അപ്പവും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി നേരെ പോയിട്ടുണ്ടായിരുന്നു സാരി സെക്ഷനിലോട്ടാണ്. അനിയത്തിയുടെ വെഡ്ഡിങ് ആണ് കേട്ടോ, ഏപ്രിൽ ലാസ്റ്റ് വരാൻ പോകുന്നത്. അപ്പോൾ അതിനേക്കുള്ള സാരി പർച്ചേസിംഗ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവൾക്ക് പയ്യൻ്റെ വീട്ടിൽ നിന്ന് പുടവയൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കുള്ള സാരീസാണ് എടുക്കാൻ വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ സാരിയുടെ സെക്ഷൻ പറയുകയാണെങ്കിൽ അത്യാവശ്യം ഹ്യൂജ് ആയിരുന്നു. അത്രയും കളക്ഷൻസും ഉണ്ട് കേട്ടോ. നമുക്ക് വേണ്ട പ്രൈസ് റേഞ്ചിൽ എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആയിരുന്നു. സാരീസൊക്കെ അഫോർഡബിൾ ആയിട്ടും കുറച്ച് പ്രൈസി ആയിട്ടും നമുക്ക് എങ്ങനെ വേണമെന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അങ്ങനെ അവിടുത്തെ ചേച്ചിമാരൊക്കെ കൂടെ നമുക്ക് സാരിയൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ, കസ്റ്റമേഴ്സ് അവിടെ സാരി സെലക്ട് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ കണ്ട മിക്ക സാരികളും സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അത് അമ്മയ്ക്ക് നോക്കുമ്പോൾ എനിക്ക് എല്ലാം തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എനിക്കൊരെണ്ണം സെലക്ട് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. ഈ ഒരു സാരി സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഒരു യെല്ലോ സാരിയും എനിക്ക് ഇഷ്ടമായിട്ടോ അമ്മയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ ജസ്റ്റ് ഒന്ന് ഡ്രൈപ്പ് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു സാരിയാണ് കേട്ടോ സെക്കൻഡായിട്ട് ഡ്രൈപ്പ് ചെയ്ത് നോക്കിയത്. അങ്ങനെ അമ്മ ഒരു 2-3 സാരി നമ്മളൊന്ന് വെയിറ്റിംഗ് ലിസ്റ്റിൽ നിർത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 2 സാരിയിൽ ഏതായിരിക്കും അമ്മ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത് ഒന്ന് ഗസ് ചെയ്തിട്ട് താഴെ പറയാൻ മറക്കരുതേ. അങ്ങനെ അവിടുത്തെ ചേച്ചിമാർ നമ്മളെ കൂടെ തന്നെ നല്ല സപ്പോർട്ടായിട്ടൊക്കെ ഉണ്ടായിരുന്നു. നമുക്ക് ഡ്രൈപ്പ് ചെയ്ത് തരാനും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനും എല്ലാം തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കസ്റ്റമർ സർവീസ് അടിപൊളിയാണെന്ന് പറഞ്ഞും കൂടെ കേട്ടിട്ടും കൂടെയാണ് നമ്മൾ സിൽക്ക് മന്ദിറിലേക്ക് പോകാമെന്ന് സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇനി ഞാൻ എനിക്കുള്ള സാരി ഹണ്ടിലാണ്. അങ്ങനെ ഞാൻ ഈ ഒരു ഷെയ്ഡ് സാരിയാണ് കേട്ടോ എനിക്ക് കൂടുതലായിട്ട് എൻ്റെ കണ്ണിൽ പിടിക്കുന്നത്. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വേണ്ടി സാരി നോക്കുമ്പോൾ എനിക്ക് എല്ലാ കളേഴ്സും അങ്ങനെ ഇഷ്ടപ്പെടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ പൊന്നൂന് ഈ ഒരു സാരി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു യെല്ലോ കളറുള്ളതായിരുന്നു. അങ്ങനെ അവൾ അത് എടുക്കട്ടെ എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. പക്ഷെ സത്യം പറഞ്ഞാൽ ആ സാരി ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇനി എൻ്റെ സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്ത് തരികയാണ്. അപ്പോൾ ഇവർ സാരി ഡ്രൈപ്പ് ചെയ്ത് തരുമ്പോൾ പൊന്നൂൻ്റെ റിയാക്ഷൻ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഞാൻ സാരി ഇങ്ങനെ ദേഹത്ത് വെച്ച് നോക്കുമ്പോൾ ഈ ഒരു റിയാക്ഷനിൽ സത്യം പറഞ്ഞ് ഞാൻ വീണ് പോയിട്ടുണ്ടായിരുന്നു ഗൈസ്. അങ്ങനെ 1-2 സാരി ഞാൻ ഡ്രൈപ്പ് ചെയ്ത് നോക്കുന്നുണ്ട്. അവർ സാരി ഡ്രൈപ്പ് ചെയ്ത് തരുമ്പോൾ ചുമ്മാ അങ്ങ് ഡ്രൈപ്പ് ചെയ്ത് തരുമൊന്നുമല്ല, നല്ല നീറ്റിലായിട്ട് തന്നെ നമുക്ക് നല്ല ടൈം എടുത്ത് നല്ല നീറ്റിൽ തന്നെ നമുക്ക് സാരിയൊക്കെ ഡ്രൈപ്പ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ ഒരു കളർ കോമ്പിനേഷൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാവർക്കും ഇഷ്ടമായി. അപ്പൂനും ഏട്ടനും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് അവരൊന്ന് ഡ്രൈപ്പ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൻ്റെ കൂട്ടത്തിലൊരു ടിപ്പ് കൂടെ പറഞ്ഞു തരാം. നിങ്ങളിതുപോലെ സാരി കാര്യങ്ങളൊക്കെ എടുക്കാൻ പോകുന്ന ടൈമിൽ നിങ്ങൾ ഹാഫ് സ്ലീവോ സ്ലീവ്ലെസ്സോ അല്ലെങ്കിൽ നെക്ക് കുറച്ചുകൂടെ ഇറങ്ങിയിട്ട്, അതായത് നമ്മുടെ ബോട്ട് നെക്കോ കയറിയിട്ടുള്ള ഹൈ നെക്കൊന്നും അല്ലാത്ത ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് നോക്കുക. കാരണം ഇതുപോലെ സാരി നമ്മൾ വെച്ച് നോക്കുന്നൊക്കെ ടൈമിൽ നമുക്ക് കുറച്ചുകൂടെ സാരിയുടെ കറക്റ്റ് ലുക്ക് നമുക്ക് കിട്ടുക അത്തരത്തിലുള്ള സ്ലീവ്സ് ഒക്കെ ഇട്ട് പോകുമ്പോഴായിരിക്കും കേട്ടോ. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് പോവുക. അല്ലെങ്കിൽ കോമൺ കളേഴ്സ് ആയിട്ടുള്ള എല്ലാത്തിനും കൂടി മാച്ചായി പോകുന്ന കളേഴ്സ് ഏതെങ്കിലും ടോപ്പ് ഇട്ട് പോവുക കേട്ടോ. അങ്ങനെ ഈ ഒരു സാരി എടുത്തപ്പം പൊന്നിങ്ങനെ കണ്ണാടിയിൽ എൻ്റെ ഭംഗി ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ സാരിയൊക്കെ എടുത്ത് സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അമേലിക്കുട്ടിയൊക്കെ ഫുൾ ഓണായിട്ട് അവിടെ കളിക്കുന്നുണ്ട്. ഞങ്ങൾ ഫുൾ സാരി ഹണ്ടിലുമാണ്. പിന്നെ വന്നിട്ട് പൊന്നൂസിനാണ് സാരിയൊക്കെ ഒന്ന് ഡ്രൈപ്പ് ചെയ്ത് നോക്കുന്നത്. അവൾക്കും ഈ ഒരു കളറ് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി ഞങ്ങൾക്ക് സാരി വീണ്ടും പ്ലേറ്റ്സൊക്കെ എടുത്ത് സെറ്റാക്കി തരുന്നുണ്ട്.
രണ്ടുപേരും ഞങ്ങളുടെ സാരിയൊക്കെ ഏകദേശമൊക്കെ ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഏത് സാരിയാണ് എടുത്തിട്ടുണ്ടാവുക, എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്ന് കൂടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോഴും അമ്മ സാരി ഹണ്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്ക് ഇപ്പോഴും കൺഫ്യൂഷനൊന്നും തീർന്നിട്ടില്ല ഏതെടുക്കണം എന്നുള്ളത്. ഈ 2 സാരി ഇപ്പോഴും പെൻഡിങ്ങിലാണ്. അമ്മയും ഏതായിരിക്കും എടുത്തിട്ടുണ്ടാവുക, അമ്മയ്ക്ക് കൂടുതൽ മാച്ച് ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ അതും കൂടെ ഒന്ന് പറയുക കേട്ടോ. അങ്ങനെ അപ്പവും ഏട്ടനും ഒക്കെ കൂടെ പോസ്റ്റായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയിട്ടോ. അങ്ങനെ നമ്മുടെ സാരി സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം കളക്ഷൻസ് ഉണ്ട് കേട്ടോ സാരി. അപ്പോൾ നിങ്ങൾ ഇനിയിപ്പോൾ വെഡ്ഡിങ്ങിനൊക്കെ എവിടെ പോകുന്ന ഒരു ഡൗട്ട് അടിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സിൽക്ക് മന്ദിർ ഒന്ന് ചൂസ് ചെയ്ത് നോക്കാവുന്ന തന്നെയാണ്. അങ്ങനെ ഇനി വന്നിട്ടുള്ളത് അനിയത്തിക്ക് നമ്മുടെ വെഡ്ഡിങ്ങിന് തലേന്ന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഗൗണോ ലഹങ്കയൊക്കെയാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഗൗണാണ് അവൾ നോക്കുന്നത്. കാരണം അവൾക്ക് വീണ്ടും നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ നോക്കുന്നത്. കാരണം എനിക്കായാലും അവൾക്കായാലും നമ്മൾ അത്യാവശ്യം എമൗണ്ട് കൊടുത്ത് വാങ്ങിയിട്ട് ഒരു തവണ ഇട്ടിട്ട് വെറുതെ അലമാരയിൽ പൂട്ടി വെക്കുന്നതിനോട് വലിയ താല്പര്യമില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ എനിക്ക് കളറൊക്കെ നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ട്. ചില ഡ്രസ്സ് അവൾക്ക് കഴുത്ത് നന്നായിട്ട് കയറി നിൽക്കുന്നുണ്ടായിരുന്നു, ചിലത് സൈസും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ 1-2 നമ്മൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മളത് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം കഴുത്ത് അത്രത്തോളം കയറി നിൽക്കുമ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു ഡ്രസ്സായാലും നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ 1-2 ഡ്രസ്സ് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതായാലും നമുക്കൊരു അഫോർഡബിൾ റേറ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു 3000 ഒക്കെ തൊട്ട് നമുക്ക് ഇതുപോലത്തെ ഗൗൺസൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു കളേഴ്സൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. ഇത് നമ്മൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ തന്നെയായിരുന്നു കേട്ടോ ഈ ഡ്രസ്സൊക്കെ. അപ്പോൾ ഇതിലും നിങ്ങൾക്ക് ഏതാണ് അവൾ ഇട്ടിട്ട് ഇഷ്ടമായതെന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എനിക്ക് ഈ ഡ്രസ്സ് സത്യം പറഞ്ഞാൽ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ വന്നിട്ട് ഈ ഒരു കളറാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇതും നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അപ്പോൾ അവൾക്ക് ഏതാണ് കൂടുതൽ ഭംഗിയായതെന്നൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അങ്ങനെ അവളുടെ ഡ്രസ്സ് നമ്മൾ പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മയ്ക്ക് 2-3 ചുരിദാർ സെറ്റൊക്കെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ചുരിദാറിൻ്റെ ടോപ്സും അങ്ങനെയൊക്കെയാണ് കേട്ടോ നോക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ചുരിദാറിൻ്റെ കളക്ഷൻസും അത്യാവശ്യം ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ട പ്രൈസ് റേഞ്ചിലുള്ള ഉണ്ടായിരുന്നു കേട്ടോ. ഇതൊക്കെ നല്ല അഫോർഡബിൾ ആയിട്ട് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആയിരുന്നു ഈ ഡ്രസ്സൊക്കെ വന്നിട്ട്. അങ്ങനെ അമ്മയ്ക്ക് 2-3 ചുരിദാർ ടോപ്പും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അനിയത്തിക്കും കുറച്ച് ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ടായിരുന്നു. അതും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് 1000-ന് താഴെ വരുന്ന കുറേ ടോപ്പുകളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗി ഉണ്ടായിരുന്നു. നമുക്ക് ബീഡ്സ് വർക്ക് വരുന്നത്, ഹാൻഡ് വർക്ക് വരുന്നതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിനുശേഷം നമ്മൾ അവിടുന്ന് വേഗം തന്നെ സ്കൂട്ടാവാൻ നോക്കിയിട്ടുണ്ട്. നമ്മളൊരു ഉച്ചയാകുമ്പോഴേക്ക് അവിടുന്ന് നമ്മൾ സാരിയും കാര്യങ്ങളൊക്കെ എടുത്ത് ബില്ലാക്കി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് 1-2 ഐറ്റം കൂടെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പെട്ടിയും ബാഗൊക്കെ പാക്ക് ആക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാഗൊക്കെ അവിടുന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ബാഗൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് പിന്നെ ഇറങ്ങിയിട്ട് ജയലക്ഷ്മിയിലാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജയലക്ഷ്മിയിൽ ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. ഇതുവരെ ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ ടെക്സ്റ്റൈൽസ് വെച്ച് ജയലക്ഷ്മി നോക്കുമ്പോൾ കുറച്ചുകൂടെ വേറൊരു സെറ്റിങ്സ് ആയിരുന്നു മൊത്തത്തിലുണ്ടായിരുന്നത്. സാധാരണ നമ്മൾ ടെക്സ്റ്റൈൽസിനേക്കാളും എന്തോ ഒരു ഡിഫറെൻ്റ് എനിക്ക് ജയലക്ഷ്മിയിൽ തോന്നിയിട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ ഇല്ലെന്ന് പറയൂ. അങ്ങനെ ഞങ്ങൾ അവിടെ നോക്കിയിട്ട് അവിടെ അമ്മയ്ക്ക് ഒരു പാർട്ടിക്കൊക്കെ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള സാരി ആയിരുന്നു ജയലക്ഷ്മിയിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ജയലക്ഷ്മിയിലെ സെക്ഷനിലും സാരിയും ഗൗണൊക്കെ നമ്മൾ ഒന്നും കൂടെ നോക്കി. എന്തെങ്കിലും ബെറ്ററൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് കരുതി. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഒരു കുർത്തി സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഓർഗനൈസർ ഷോളൊക്കെ വരുന്ന ഒരു എലഗൻ ലുക്ക് തരുന്നൊരു കുർത്തി സെറ്റ് ആയിരുന്നു. പക്ഷെ കുറച്ച് ട്രാൻസ്പെറൻ്റ് ആയത് കാരണം ഞാൻ എടുത്തില്ല കേട്ടോ. പിന്നെ അമ്മയുടെ സാരി പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ട ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. നമ്മളെ വെഡ്ഡിങ് സീരീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ബാക്കിയൊക്കെ വഴിയെ വരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.